കോഴിക്കോട് ചെറൂട്ടി റോഡിലെ പള്ളി കോമ്പൗണ്ടിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹത സംശയിക്കുകയാണ് പോലീസ്. ഇന്ന് അമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. പ്രസവശേഷം കുഞ്ഞ് മരിച്ചുവെന്ന് അറിഞ്ഞതോടെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് യുവതി പോലീസ് നൽകിയ പ്രാഥമിക മൊഴി. കൊഴിഞ്ഞാമ്പാറ സ്വദേശിനിയായ ഫ്രാങ്കോ കോഴിക്കോട് തീർത്ഥാടനത്തിന് എത്തിയതായിരുന്നു. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ എങ്ങനെയാണ് പള്ളി കോമ്പൗണ്ടിൽ മൃതദേഹം കണ്ടെത്തിയത്? അപ്പോൾ എവിടെ വെച്ച് പ്രസവിച്ചു എന്നാണ് യുവതി പറയുന്നത്? പറയുന്നതിലാകെ ഒരു പൊരുത്തക്കേട് സംശയിക്കുന്നില്ലേ പോലീസ്? സ്മൃതി, അതായത് 25 വയസ്സുള്ള ഫ്രാങ്കോ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശിനിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇന്നലെ പോലീസ് ഇടപെട്ട് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയുന്നു. വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇന്നലെ പ്രാഥമിക മൊഴി പോലീസ് എടുത്ത ഘട്ടത്തിൽ യുവതി പറഞ്ഞത്, അതായത് കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ നിന്ന് ഇന്നലെ 15 ടൂറിസ്റ്റ് ബസ്സുകളിൽ 100-ലധികം തീർത്ഥാടകർ കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിരുന്നു. വിവിധ പള്ളികൾ സന്ദർശിക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ അവർക്കൊപ്പം വരുന്ന ഘട്ടത്തിൽ യുവതി ഗർഭിണിയായിരുന്നു. വീട്ടുകാർ പറഞ്ഞിരുന്നു, പോകരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വീട്ടുകാരുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഈ തീർത്ഥയാത്രാ സംഘത്തിനൊപ്പം യുവതി വരികയും കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ബീച്ചിന് സമീപത്തുമുള്ള ദേവമാതാ കത്തീഡ്രൽ ചർച്ചിൽ ഈ സംഘം സന്ദർശനം നടത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് യുവതിക്ക് പ്രസവവേദന വരികയും ഈ പള്ളിയുടെ പുറകുവശത്ത് ആരും കാണാതെ ആ ഭാഗത്ത് പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ പ്രസവത്തിനിടെ കുഞ്ഞ് മരിച്ചു എന്ന് പറയുന്നത് 6 മാസമായിരുന്ന ഗർഭം, അതായത് ഭ്രൂണമാണ്. അവിടെ പ്രസവിച്ച ശേഷം അവിടെ ഭ്രൂണം ഉപേക്ഷിച്ച് യുവതി ബസ്സിൽ കയറി എന്നാണ് പറയുന്നത്. അതിനുശേഷം പള്ളി അധികൃതരാണ് ഇത്തരത്തിൽ ഈ മരിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തുന്നത്. അങ്ങനെ പോലീസിൽ വിവരം അറിയുന്നു. പോലീസ് CCTV പരിശോധിച്ചപ്പോഴാണ് ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഇതുവഴി പോയതും അതിന് നമ്പർ എടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസാണ് ഈ യുവതിയെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും യുവതി കൊടുത്തിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. പക്ഷേ സംശയിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, അവിടെ നിന്ന് വെറും 150 മീറ്റർ അകലം മാത്രമാണ് ബീച്ച് ജനറൽ ആശുപത്രി ഉള്ളത്. 100-ലധികം തീർത്ഥാടകർ ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇവരോട് ആരോടും പറയാതെ ഇത്തരത്തിൽ പ്രസവവേദന വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ പോകാമായിരുന്നു. ഇനി അവിടെ വെച്ച് പ്രസവിച്ചെങ്കിൽ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മയും കുഞ്ഞിനെ സുരക്ഷിതമായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ മറ്റാരോടും പറയാതെ എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് യുവതിയുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും. സ്മൃതി.